ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് കുറച്ച് സോയാബീൻ വേണം. സോയാബീൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കണം. അതിങ്ങനെ ഇപ്പം കാണുമ്പോൾ നല്ല കട്ടി ഉണ്ടാവും. വെള്ളത്തിലിട്ട് വെച്ച് ഒരു 15 മിനിറ്റ് ആകുമ്പം അത് നല്ല പഞ്ഞ് പോലെ ആവും, സോഫ്റ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് നല്ല പഞ്ഞ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അമരുമ്പോൾ ഇങ്ങനെ നെങ്ങണുണ്ടില്ലേ, അതേപോലെ ആവണം. ഇനി നമ്മൾ വേറൊരു ബൗളിൽ ഒരു 3 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 സ്പൂൺ മുളക് പൊടിയും എടുക്കുക. ഇത് നമ്മൾ മസാല തേച്ച് പൊരിച്ചതിൻ്റെ ശേഷമാണ് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഒരു 1/4 സ്പൂണ് ഗരം മസാലപ്പൊടി ഇടുക, കുറച്ച് ഉപ്പിടുക ആവശ്യത്തിന്. എന്നിട്ട് നമ്മൾ അതിലുള്ള സോയാബീൻ വെള്ളം കളഞ്ഞ് നല്ല പീഞ്ഞിട്ട് ഇതിലോട്ട് എടുത്തിടുക. അതിനു മുന്നേ ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പം നമ്മളത് എടുത്ത് കഴിയാനായി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല, ഒക്കെ പീഞ്ഞ് കളയണം. അപ്പോൾ അതാ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ കുഴക്കണ സമയത്ത് ചിലപ്പോൾ നമുക്കത് എന്താ പറയുക, കുറച്ച് മുളക് പൊടി കുറഞ്ഞ പോലെ തോന്നും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് വിനെഗർ ഒഴിച്ചു കൊടുക്കുക. വിനെഗർ പറഞ്ഞാൽ സുർക്ക കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു 2 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്, അതിട്ട് കൊടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ട് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. കോൺഫ്ലവറിൻ്റെ പൊടിയും ഇടാം, കൂടുതലും ബെറ്റർ മൈദ ഇടണതാവും. ഞാനിവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് പൊരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പോൾ അത് ആയി വന്നിട്ടുണ്ട്. ഒന്നും കൂടി നന്നായി മൊരിയണം. ഇപ്പോൾ മൊരിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുക്കുക. ഈ പരുവത്തിലാവണം, നന്നായി മൊരിയാൻ പാടില്ല. കുറച്ചൊരു മീഡിയം ലെവലിൽ മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. കാരണം നമ്മളിത് റോസ്റ്റ് ആക്കുകയാണല്ലോ, പൊരിച്ചിട്ട് അങ്ങനെ കഴിക്കാനല്ലല്ലോ, നമ്മൾ റോസ്റ്റ് ആക്കാനല്ലേ. ഇനി നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് ഇപ്പോൾ സോയാബീൻ പൊരിക്കൽ കഴിഞ്ഞു. ഇനി ആ സോയാബീൻ പൊരിച്ച വെളിച്ചെണ്ണയില്ലേ, അതിലോട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് ഈ വെളിച്ചെണ്ണയിൽ നമ്മൾ ഇടണത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്മെല്ലും നമുക്ക് ഈ കറിയിൽ നിന്ന് നന്നായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ഇടുന്നത്.
ഇപ്പോൾ അത് നന്നായി ഒരു ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് ഈ സവാള നന്നായി വാട്ടി കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് മൂടി വെക്കുക. അപ്പോൾ നന്നായി വാടി കിട്ടും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നന്നായി വാടിയിട്ടുണ്ടാവും. ഇപ്പോൾ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. നല്ല ചെറുതാക്കി അരിയണം. ഇനി അതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അതിലോട്ട് ഈ തക്കാളി നന്നായി വെന്ത് വരണം. തക്കാളി വേണമെന്നുണ്ടെങ്കിലും ഇതേപോലെ അടച്ചുവെച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വെച്ചാൽ നന്നായി വെന്ത് കിട്ടും. എന്നിട്ട് നന്നായി മിക്സ് ചെയ്താൽ ഉടഞ്ഞു വരും. അതിലോട്ട് ഒരു 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി, പിന്നെ മീറ്റ് മസാലപ്പൊടി. മീറ്റ് മസാല ഇടണത് ഞാൻ എൻ്റെ ഒരു ഇതിൽ ഇടണതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇടണ്ട കേട്ടോ. മീറ്റ് മസാലയുടെ പൊടിയൊക്കെ ഇട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും നമ്മുടെ മസാല കറിക്കൊക്കെ. ഇനി അതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഒഴിച്ച് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ആ തിളച്ച് വന്നാൽ അതിലോട്ട് നമ്മൾ ഈ പൊരിച്ച് വെച്ചിട്ടുള്ള സോയാബീൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സോയാബീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നേരത്തെ എടുത്തതിൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ. ഒരു കപ്പ് വെള്ളം നമ്മൾ ആകെ എടുത്തിട്ടുള്ളൂ. അതിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമ്മളൊരു കപ്പ് ഒരു 3/4 ഭാഗം ഒഴിച്ചിട്ടുണ്ടാവും. എന്നിട്ടാണ് നമ്മൾ സോയാബീൻ ഇട്ട് കൊടുത്തത് തിളച്ചതിന് ശേഷം. അതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ചിപ്പോൾ ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു. ഇപ്പം ഒന്നും കൂടി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ള സോയാബീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് ഫുഡിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സോയാബീൻ റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ എഴുതുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.